رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ആദരണീയരായ അധ്യക്ഷൻ, ഈ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം ചെയർമാൻ എം ആലിക്കുട്ടി ഹാജി അവർകളെ, ബഹുമാന്യരായ മുഖ്യാതിഥിയും നമ്മുടെ മുനിസിപ്പൽ ചെയർമാനും അതിലുപരി നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഗുണകാംക്ഷി കൂടിയായ പ്രിയപ്പെട്ട KK നാസർ സാഹിബ്, ഇവിടെ മുഖ്യ പ്രഭാഷണത്തിനു വേണ്ടി വളരെ നേരത്തെ സന്നിഹിതരായ ആദരണീയനായ ഉസ്താദ് ജലീൽ റഹ്മാനി വാണിയന്നൂർ, മറ്റു വേദിയിൽ സന്നിഹിതരായ ആദരണീയരായ പണ്ഡിത ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ത്യനൂർ ശാഖ SKSF-ൻ്റെ 25 വർഷക്കാലത്തെ പ്രവർത്തന പരിപാടികൾ പൂർത്തീകരിക്കുന്ന ആഘോഷ പരിപാടിയിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം SKSF-ൻ്റെ രൂപീകരണ കാലം പിന്നിട്ട ഉടനെ തന്നെ ഇവിടെ സംഘടനക്ക് ഒരു ശാഖാ കമ്മിറ്റി രൂപീകരിക്കാനും അതിനെ തുടർന്ന് യാതൊരു മുടക്കവുമില്ലാതെ വളരെ സജീവമായി പ്രവർത്തന രംഗത്ത് നിലയുറപ്പിച്ച, വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു ശാഖാ കമ്മിറ്റിയാണ് ഇന്ത്യനൂരിൽ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രസ്ഥാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി ജീവിക്കുന്ന ഒരു മഹല്ല് സംവിധാനം, നമ്മുടെ കുടുംബ സംവിധാനം, നമ്മൾ ഓരോരുത്തരുടെയും വൈയക്തികമായ ജീവിത രീതികളെല്ലാം ആ പ്രസ്ഥാനം വിഭാവന ചെയ്യുന്ന പരിശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗരേഖയായ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്ക് വിധേയമായി ജീവിക്കാൻ സൗഭാഗ്യം കിട്ടി എന്നുള്ളതാണ് നമ്മുടെ നാടുകളിൽ ഇത്തരത്തിലുള്ള സംഘടനാ പ്രവർത്തനം നടന്നതിൻ്റെ ഏറ്റവും വലിയ ഫലമായി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്. മതരംഗത്ത് ധാരാളം സംഘടനകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് അവകാശപ്പെടുന്നവരുമാണ്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വിശുദ്ധ ഖുർആനും അനുബന്ധ പ്രമാണങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് പലപ്പോഴും സമസ്തയുടെ, അതിൻ്റെ പോഷക സംഘടനകളുടെ, പ്രത്യേകിച്ച് SKSF-ൻ്റെ പ്രചാരണ പരിപാടികളും അതിൻ്റെ ആശയപ്രചാരണങ്ങളുമൊക്കെ നമ്മുടെ പുതിയ തലമുറയിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും ഒക്കെ ഈ ആദർശ വഴിയിൽ തന്നെ പിടിച്ചു നിർത്താനും പുതിയ തലമുറയെ ആ അർത്ഥത്തിൽ തന്നെ ആകർഷിക്കാനും സാധിച്ചു എന്നുള്ളത് ഈ സംഘടന നടത്തിയിട്ടുള്ള ആശയപ്രചാരണത്തിൻ്റെ, അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഫലമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇക്കാലത്ത് ഇസ്ലാമിനെ, പരിശുദ്ധമായ ഇസ്ലാമിക ജീവിതം നയിക്കുന്ന മുസ്ലിം സമൂഹത്തെ മൊത്തം അടച്ചാക്ഷേപിക്കാനും വളരെയധികം മോശക്കാരായി ചിത്രീകരിക്കാനുമുള്ള വ്യാപകമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എല്ലാത്തിലും മതവും ജാതിയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊരു അപരിഷ്കൃത വിഭാഗമാണ് എന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സർക്കാരും മാധ്യമങ്ങളും അതേപോലെ ഒരുപാട് സംവിധാനങ്ങളും ഒരുമിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. ഇവിടെ മുസ്ലിം സമൂഹം ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു കാലം കൂടിയാണ്. ഇസ്ലാമിനെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ, ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ആഗോളതലം മുതൽ പ്രാദേശിക തലം വരെ മുസ്ലിം എന്ന് പറഞ്ഞാൽ അകറ്റി നിർത്തപ്പെടേണ്ടവനാണ് എന്നൊരു ധാരണയിലേക്ക് ഇന്ന് സമൂഹം എത്തി നിൽക്കുമ്പോൾ, യഥാർത്ഥ മുസ്ലിം ആരാണെന്ന് പറയുന്നതിനേക്കാളപ്പുറം, എഴുതുന്നതിനേക്കാളപ്പുറം ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ട വലിയൊരു ബാധ്യത എൻ്റെയും നിങ്ങളുടെയും മുമ്പിലുണ്ട്. ആ ഒരു വഴിയാണ്
ഇസ്ലാമിൻ്റെ പ്രബോധന രീതിയായി നമ്മുടെ പാരമ്പര്യ ഇസ്ലാമി സമൂഹം ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. പലപ്പോഴും യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന, മാതൃകായോഗ്യമായി ജീവിക്കുന്ന ഒരു മുസ്ലിം സമൂഹം നിലവിലുള്ള ഘട്ടങ്ങളിലെല്ലാം ഇസ്ലാമിനെ എത്ര തെറ്റിദ്ധരിപ്പിച്ചാലും എത്ര മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും ഇവിടുത്തെ പൊതുസമൂഹത്തെ കൊണ്ട് അതിന് വിശ്വസിപ്പിക്കാൻ കഴിയാത്ത വിധം മാതൃകായോഗ്യമായി ജീവിക്കുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാട്, ഒരു സാമൂഹ്യ പരിസരം നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു. ആ ഒരവസ്ഥ എത്രത്തോളം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നുവെന്ന് നാം ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ട സന്ദർഭമാണ്. അള്ളാഹുവിൻ്റെ പ്രതിനിധികളായി, അള്ളാഹുവിൻ്റെ ഖലീഫമാരായി ഈ ഭൂമിയിൽ ജീവിക്കാൻ ബാധ്യസ്ഥരായ മനുഷ്യൻ, ആ അർത്ഥത്തിൽ ഞാനും നിങ്ങളും എത്രത്തോളം നമ്മുടെ ബാധ്യത നിർവഹിക്കുന്നു എന്ന് വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. മാത്രമല്ല, ഇസ്ലാമിക പ്രബോധനമൊക്കെ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്നൊരു കാലമാണ്. വളരെ മോശമായ രീതിയിൽ ഇസ്ലാമിക പ്രബോധന രീതിയെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്ന ചില രീതികളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയെല്ലാം മാതൃകായോഗ്യമായ രീതിയിൽ എങ്ങനെയാണ് ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കേണ്ടത്, പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, അതിന് ശിക്ഷണം എങ്ങനെയാണെന്ന് വളരെ കൃത്യമായി ഇവിടെ വരച്ചു കാണിച്ചിട്ടുള്ള വലിയൊരു പൈതൃകം സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സമസ്തയുടെ ചരിത്രത്തിലുടനീളം അതൊരു പ്രബോധക സംഘമായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. പ്രബോധനം എന്ന് പറയുന്നത് അതിനുവേണ്ടി മാത്രം ഒരു കുപ്പായമിട്ടിറങ്ങി പുറപ്പെടേണ്ട സംഗതികളെക്കാളപ്പുറം വിശുദ്ധമായ ഇസ്ലാമികമായ ജീവിതത്തിലൂടെ ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാമിന്റെ ജീവിത മാതൃക എന്ന് കാണിച്ചു കൊടുക്കാനാണ് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ആദരണീയരായ പണ്ഡിതന്മാർ എല്ലാ കാലത്തും ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ഒരു പ്രബോധന രീതിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് അതിനെ വളരെ വികൃതമായി അവതരിപ്പിക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമങ്ങൾ നടന്നപ്പോഴാണ് പലപ്പോഴും ഇസ്ലാമിക പ്രബോധനത്തെയൊക്കെ മോശമായി മറ്റുള്ള ആളുകൾ കാണാനും മനസ്സിലാക്കാനും തിരിച്ചറിയാനും ഒക്കെ അവസരമുണ്ടാകുകയും ഇവിടെ പരസ്പരം വിദ്വേഷവും ശത്രുതയും വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പുതിയ ആയുധങ്ങൾ സമാഹരിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷക്കാലത്തെ പ്രബോധന ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് അവിടെ ഒരുമിച്ച് കൂടിയ 1,00,000-ഓളം വരുന്ന സ്വഹാബത്തിനോട് ഇവിടെ ഹാജറുള്ള ആളുകൾക്ക് ഞാൻ കൽപ്പിക്കപ്പെടുന്ന ദൗത്യം എന്ന രീതിയിൽ തന്നെ ആ വിശുദ്ധമായ ദീൻ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി ഇവിടെ ഹാജറില്ലാത്ത ആളുകൾക്ക്, ഇതിന് സാക്ഷികളാവാത്ത ആളുകൾക്ക് പ്രദേശങ്ങളിലേക്ക്, നാടുകളിലേക്ക്, രാജ്യങ്ങളിലേക്ക് ഈ സന്ദേശം നിങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, അവിടെ 1,00,000-ഓളം വരുന്ന സ്വഹാബത്തിന്റെ കയ്യിലേക്ക്, ഓരോരുത്തരുടെയും കൈകളിലേക്ക് മുസ്ഹഫിന്റെ ഓരോ കോപ്പികൾ വിതരണം ചെയ്ത് നിങ്ങൾ അവിടെ പോയി ഈ വിശുദ്ധ ഖുർആൻ വായിച്ച് അർത്ഥം വെച്ച് പഠിപ്പിച്ചു കൊടുത്തോ എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അന്ന് വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടിട്ട് പോലുമില്ല. അന്ന് ഖുർആൻ ഒരു ഗ്രന്ഥമായി ക്രോഡീകരിക്കപ്പെട്ടിട്ട് പോലുമില്ല. നേരെ മറിച്ച് അവിടെ കൂടിയ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ 23 വർഷക്കാലത്തെ ജീവിതത്തിൽ നിന്ന് നേർക്കുനേർ അനുഭവിക്കാൻ സൗഭാഗ്യം സിദ്ധിച്ച ദീനിന്റെ മാതൃകകൾ എന്താണ് എന്ന് അതേ രീതിയും ശൈലിയും അനുകരിച്ചുകൊണ്ട് മറ്റുള്ള പ്രദേശങ്ങളിൽ, മറ്റുള്ള സമൂഹങ്ങളിൽ പോയിട്ട് അതുപോലെ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ പരിശ്രമിച്ചതിന്റെ പരിണിത ഫലമാണ് ലോകത്തുടനീളം പരിശുദ്ധ ഇസ്ലാമിനെ സ്വീകരിക്കാനും അതിനെ പിന്തുടരാനും അതിനെ ഉൾക്കൊള്ളാനും സന്നദ്ധമാകുന്ന കോടിക്കണക്കിന് മുസ്ലിങ്ങൾ പിൽക്കാല സമൂഹത്തിൽ വളർന്നു വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കണം. അത് ഒരാൾ വന്നുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് ധാരാളം പ്രസംഗിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തൊരു സംഗതിയല്ല, അല്ലെങ്കിൽ ധാരാളം പുസ്തകങ്ങൾ രചിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തൊരു സംഗതിയല്ല. അതിനേക്കാൾ ഇത് പ്രായോഗികമായ ഒരു ജീവിത മാതൃകയാണെന്ന്, അത് പ്രായോഗികമായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു ശൈലി ഇവിടെ നിർവഹിക്കാൻ സാധിച്ചതുകൊണ്ടാണ്. ഇന്ത്യയിൽ പോലും ഇസ്ലാമിക പ്രബോധനം നടന്ന രീതികളെ കുറിച്ച് പറയുന്നിടത്ത് പാശ്ചാത്യ ചരിത്രകാരന്മാർ പോലും എഴുതി വെച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സംഗതി ഇന്ത്യയിൽ ഇസ്ലാമിക പ്രബോധനം നടന്നത് സൂഫികളിലൂടെയാണ് എന്നാണ്. സൂഫികൾ ധാരാളം പ്രഭാഷണം നടത്തി വലിയ ജനകീയരായി ജീവിച്ച ആളുകൾ എന്നതിനേക്കാൾ അപ്പുറം അവർ വിശുദ്ധ ഇസ്ലാമിനെ സ്വന്തം ജീവിതത്തിലൂടെ ജീവിച്ച് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ആ മാതൃകയാണ് ഇന്നും സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ഉൾപ്പെടെ പണ്ഡിതന്മാർ നമ്മുടെ സമൂഹത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചാൽ അവനെ മതമൗലികവാദി, അവനെ തീവ്രവാദി, അവനെ ഭീകരവാദി, അവനെ യാഥാസ്ഥികൻ എന്നൊക്കെ വിളിക്കപ്പെടുമോ എന്നൊരു അപകർഷതാബോധം നമ്മുടെ സമൂഹത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആലോചിക്കണം, യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച നമ്മുടെ ആദരണീയരായ പണ്ഡിതന്മാർക്കാണ് സത്യത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല മറ്റുള്ള സമൂഹങ്ങൾക്കിടയിൽ പോലും വലിയ രീതിയിൽ സ്വീകാര്യത നേടാൻ സാധിച്ചത് എന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഹാനായ
കണ്ണിയത്ത് ഉസ്താദ് നവറല്ലാഹു മർക്കദ, സമസ്ത കേരള ജമിയത്തുലമക്ക് ദീർഘകാലം നേതൃത്വം കൊടുത്ത സാത്വികനായ പണ്ഡിതൻ. കണ്ണിയത്ത് ഉസ്താദിന്റെ പേര് പറയുമ്പോഴേക്ക് തൊട്ടടുത്ത വാചകത്തിൽ നമ്മൾ പറയുന്ന സ്ഥിരമായി പ്രയോഗിക്കുന്ന ഒരു വാചകമാണ് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത സാത്വികനായ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്തൊരു പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അത്രയും സമ്പൂർണമായി മുസ്ലിമായി ജീവിക്കാൻ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ ശ്രമിച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം? ഒരു ചെറിയ തെറ്റ് പോലും ചെയ്തതിനെ അത്രയും ഗൗരവതരമായി കാണാൻ ശ്രമിച്ച, ജീവിതത്തിലുടനീളം ആ സൂക്ഷ്മത പാലിച്ച ഒരു മനുഷ്യൻ. ആ സൂക്ഷ്മത പാലിച്ച മനുഷ്യനെ കുറിച്ച് നമ്മുടെ സാധാരണ വർത്തമാനത്തിൽ എന്തു പറയാം? സാധാരണ മുസ്ലിമായിട്ട് ജീവിക്കുക മാത്രമല്ല, ഒരു സമ്പൂർണ്ണ മുസ്ലിമായി ജീവിക്കാൻ സാധിച്ചു എന്നതല്ലേ കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതത്തെ നോക്കി പറയാൻ സാധിക്കുക. ആ കണ്ണിയത്ത് ഉസ്താദ് ഇവിടുത്തെ മറ്റുള്ളവന്റെ ഭാഷയിൽ പറഞ്ഞാൽ യാഥാസ്ഥികനാണ്, അല്ലെങ്കിൽ മതമൗലികവാദിയാണ്, അല്ലെങ്കിൽ ഒരുതരം യാതൊരു പുരോഗതികളോടും ഇവിടുത്തെ പരിഷ്കാരങ്ങളോട് ഇവിടുത്തെ നവോത്ഥാനത്തോടൊക്കെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു പഴഞ്ചൻ പണ്ഡിതൻ എന്നല്ലേ വിശേഷിപ്പിക്കപ്പെടാവുന്നത്. എന്നാൽ മുസ്ലിം സമുദായത്തിനിടയിൽ മാത്രം സ്വീകാര്യത നേടിയെന്ന് മാത്രമല്ല, ആ കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് ഒരു സാധാരണ നടക്കുന്ന ഒരു വഴി മാത്രമല്ല, അവിടേക്ക് ഒരു വിശാലമായ റോഡിന്റെ സൗകര്യം, വാഹനയാത്രക്കുള്ള സൗകര്യം ഉണ്ടാകുന്ന റോഡുണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവിടെയുള്ള ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികൾ യോഗം ചേർന്നുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഈ പണ്ഡിതന്റെ വീട്ടിലേക്ക് നമുക്ക് റോഡ് വെട്ടിച്ചു കൊടുക്കണം, അതിനുള്ള ഭൂമി ഇവിടെ ക്ഷേത്രത്തിന്റെ വക ഭൂമി നൽകണമെന്ന് തീരുമാനിക്കാൻ, ഒരു സാത്വികനായ ജീവിതത്തിൽ കറാഹത്ത് പോലും ചെയ്യാൻ സാധിക്കാതെ സൂക്ഷ്മശാലിയായി ജീവിച്ച ഒരു പണ്ഡിതനെ ബഹുമാനിക്കാനും ആദരിക്കാനും ഇവിടുത്തെ അവിശ്വാസികൾക്ക് സാധിച്ചത് എങ്ങനെയാണ്? യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ധാരണയുണ്ട്, ഇവിടുത്തെ പൊതുസമൂഹത്തിൽ തന്നെ ഒരു ധാരണയുണ്ട്, ഒരാൾ ഒരു സമ്പൂർണ്ണ മുസ്ലിമായി ജീവിച്ചാൽ, അവൻ തൊപ്പി വെച്ചാൽ, അവൻ താടി വെച്ചാൽ, അവൻ മുസ്ലിം സ്പിരിറ്റോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ അവൻ തെറ്റിദ്ധരിക്കപ്പെടുമോ എന്നൊരാശങ്കയാണ്. അവനിടയിൽ അവനെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ധരിക്കുമെന്നത് ആശങ്കയാണ്. സത്യത്തിൽ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ്, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഭയപ്പെടുമ്പോഴാണ് മറ്റുള്ളവർ അവനെ ഭയപ്പെടാനോ ആദരിക്കാനോ ബഹുമാനിക്കാനോ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മറ്റുള്ള സമൂഹത്തിന് പോലും തിരിച്ചു വരാൻ സാധിക്കുക എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഇസ്ലാമിക സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വളരെ കൃത്യമായ രീതികളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുക. ഇന്ന് ലോകത്തുടനീളം ഒരു മുസ്ലിം വിദ്വേഷത്തിന്റെ, മുസ്ലിമിനെ അപരവൽക്കരിക്കപ്പെടുന്ന, മുസ്ലിം എന്ന് പറഞ്ഞാൽ അപകടകാരിയായ പൊട്ടാൻ പോകുന്ന ഒരു ബോംബാണ് എന്ന രീതിയിലാണ് പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ ഈയിടെ അധികാരത്തിൽ വന്ന ട്രംപ് ഉൾപ്പെടെയുള്ള ആളുകൾ പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവരെ ഈ നാട്ടിലേക്ക് കടത്തില്ല, അവർക്ക് വിസ കൊടുക്കില്ല, അവർക്ക് ഈ നാട്ടിൽ പ്രവേശനമില്ല എന്ന് പറഞ്ഞ് ഏതോ ഒരു ശത്രുവിനോട് പെരുമാറുന്ന പോലെ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി പരസ്യമായി ആക്രോശിച്ചു കൊണ്ടിരിക്കുമോ നമ്മൾ ആലോചിക്കണം. അതേ അമേരിക്കയിൽ പൗരത്വം നേടിയ ഹംസ യൂസുഫ് എന്ന് പറയുന്ന ഇസ്ലാമികമായ എല്ലാ തസവുഫിന്റെ വഴികളെയും സ്വീകരിച്ചുകൊണ്ട്, പരിശുദ്ധ ഇസ്ലാമിനെ സമ്പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട്, ഇസ്ലാമിന്റെ തസവുഫിന്റെ മാർഗത്തെ സമ്പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് എങ്ങനെ ഒരു മുസ്ലിം ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് ജീവിതം കാണിച്ചു കൊടുക്കുന്ന അമേരിക്കൻ പൗരത്വമുള്ള ഹംസ യൂസുഫ് എന്ന് പറയപ്പെടുന്ന യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്ക് വിധേയമായി ഇസ്ലാമിക പ്രബോധനം നടത്താനും അതേപോലെ ജീവിക്കാനും സന്നദ്ധമായിട്ടുള്ള ഒരു മനുഷ്യനെ ഉൾക്കൊള്ളാൻ അമേരിക്കയിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, അവിടുത്തെ സർക്കാരിന് പോലും സാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേവലം പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കാനുള്ളതല്ല, ഈ ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞവരുകൊണ്ട് ഗ്രന്ഥം ഉയർത്തിപ്പിടിച്ച് കാണിച്ചു കൊടുക്കാനുള്ളതല്ല, അതിനേക്കാളപ്പുറം അത് ജീവിച്ച് കാണിച്ചു കൊടുക്കാനുള്ളതാണ്. അത് ജീവിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ ആ മുസ്ലിമിനെ മറ്റുള്ളവർക്ക് മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല, ആ മുസ്ലിമിനെ മതമൗലികവാദി എന്ന് വിളിക്കാൻ കഴിയില്ല, അവനെ ഭീകരവാദി എന്ന് വിളിക്കാൻ കഴിയില്ല, അവനെ തീവ്രവാദി എന്ന് വിളിച്ചുകൊണ്ട് അവനെ കുത്തി കൊലപ്പെടുത്താനോ ബോംബിട്ട് നഷ്ടപ്പെടുത്താനോ കഴിയില്ല. കാരണം പ്രായോഗികമായ ഇസ്ലാമിക ജീവിതമാണ് ഇന്നത്തെ സമൂഹത്തിൽ ആവശ്യമുള്ളത്. ആ പ്രായോഗികമായ ഇസ്ലാമിക ജീവിതത്തെ കുറിച്ച് മാത്രമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അത്തരത്തിലുള്ള പ്രായോഗികമായ ജീവിത രീതിയും പ്രായോഗികമായ ശിക്ഷണവുമാണ് നമ്മുടെ സമൂഹത്തിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അല്ലാത്ത മാർഗങ്ങൾ സ്വീകരിക്കപ്പെടുമ്പോഴാണ് മുസ്ലിം സമൂഹത്തിനിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്, മറ്റു സമുദായം പോലും തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പലപ്പോഴും ഇവിടെ ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രബോധനത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില ഗെയിമുകളാണ് പലപ്പോഴും ഇവിടെ ഇസ്ലാമിക സമൂഹത്തെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്നത് എന്ന് നമ്മൾ ഒരിക്കലും തിരിച്ചറിയാതിരുന്നുകൂടാ. ബൈബിൾ പരാജയപ്പെടുന്നിടത്ത് വിജയിക്കേണ്ട ഒരു വേദപുസ്തകമല്ല ഖുർആൻ. ഭഗവത്ഗീത പരാജയപ്പെടുന്നിടത്ത് വിജയിക്കേണ്ട ഒരു പുസ്തകമല്ല ഖുർആൻ. ഏതെങ്കിലും
ഏതെങ്കിലും നാസ്തികൻ എഴുതിയ യുക്തിവാദി ചിന്തകളുടെ അതിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഉയർത്തിപ്പിടിക്കേണ്ട ഒരു വിശുദ്ധ ഗ്രന്ഥമല്ല ഖുർആൻ. അതിനേക്കാളപ്പുറം വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വചനമാണ്. മറ്റുള്ളതെല്ലാം മനുഷ്യനിർമ്മിതമാണ്, ഐതിഹ്യമാണ്, വിശ്വാസങ്ങളാണ്, ചില സങ്കല്പങ്ങളാണ്. മറ്റുള്ളത് അള്ളാഹുവിന്റെ വചനമാണ്. ഈ അള്ളാഹുവിന്റെ വചനം ഒരു കൈയിൽ ഉയർത്തിപ്പിടിക്കുകയും മറ്റുള്ളതെല്ലാം മറുകൈയിൽ പിടിച്ചുകൊണ്ട് മതതാരതമ്യ പഠനം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആഭാസങ്ങളാണ് സത്യത്തിൽ ഇവിടെ ഇസ്ലാമിക സമൂഹത്തെക്കുറിച്ചും ഇസ്ലാമിക പ്രബോധന രീതികളെക്കുറിച്ചും മറ്റുള്ളവർക്കിടയിൽ സംശയം ജനിപ്പിക്കാൻ കാരണമായത് എന്ന സത്യം തിരിച്ചറിയാനും തെറ്റുകൾ തിരുത്താനും വർത്തമാനകാലത്തെ പ്രബോധക സംവിധാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ അതിന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പ്രായോഗിക ഇസ്ലാമിക ജീവിതക്രമത്തിലൂടെ തസൗഫിന്റെ മാർഗത്തിലൂടെ പരിശുദ്ധ ഇസ്ലാമിനെ എങ്ങനെ സമൂഹത്തിൽ പരിചയപ്പെടുത്താൻ സാധിക്കുമെന്ന് 14 നൂറ്റാണ്ടുകാലമായി ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പാരമ്പര്യ ഇസ്ലാമിന്റെ രീതിശാസ്ത്രത്തെ ഉൾക്കൊള്ളാനും പുതിയ തലമുറയെ ആ വഴികളിലൂടെ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ആദരണീയരായ ഉസ്താദുമാരുടെ മുഖ്യ പ്രഭാഷണം തന്നെ ഇവിടെ നടക്കാനിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇത്തരത്തിലുള്ള വഴികളെ കുറിച്ചാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ആ വഴിയെക്കുറിച്ചാണ് ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങൾക്കപ്പുറം ഒരു മനുഷ്യന് ലഭ്യമാകേണ്ട ഹിദായത്തിന് പ്രാധാന്യം കൊടുക്കാനും ആ ഹിദായത്ത് നിലനിൽക്കാനും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ദിവസം 17 തവണ ഒരു വിശ്വാസി നിർബന്ധമായും അവന്റെ ഫർളും വാജിബുമായ പ്രാർത്ഥനയായി പരിശുദ്ധതയിൽ നിശ്ചയിക്കപ്പെടാനുള്ള കാരണം എന്താണ്? അവന്റെ ഹിദായത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ്. നമ്മൾ ആലോചിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബുവത്ത് കിട്ടിയ അന്ന് മുതൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ തുടങ്ങിയത് ഹിദായത്തിനെ കുറിച്ചാണ്. അതിലേക്കാണ് ക്ഷണിക്കാൻ തുടങ്ങിയത്. ആ ഹിദായത്തിന്റെ പ്രകാശത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബുവത്ത് കിട്ടി 9 വർഷത്തിന് ശേഷമാണ് നിസ്കാരം നിർബന്ധമാക്കുന്നത്. 9 വർഷത്തിന് ശേഷമാണ് നിസ്കാരം നിർബന്ധമാക്കുന്നത്. നബുവത്ത് കിട്ടി 14 വർഷം കഴിഞ്ഞപ്പോഴാണ് നോമ്പും സക്കാത്തും നിർബന്ധമാക്കുന്നത്. നബുവത്ത് കിട്ടി 23 വർഷം കഴിയുമ്പോഴാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അത് നിർബന്ധമാക്കുന്നത്. എന്നാൽ ഹിദായത്തിന്റെ കാര്യമോ ഒരു വിശ്വാസിയുടെ ഹിദായത്തിന്റെ വെളിച്ചത്തിന്റെ പ്രാധാന്യവും ഗൗരവവും നബുവത്ത് കിട്ടിയ ആ 1-ാം തീയതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു. ആരാധനാ കർമ്മങ്ങൾക്ക് പ്രാധാന്യമില്ലെന്നല്ല, പക്ഷെ അതിനേക്കാൾ അപ്പുറം ഒരു വിശ്വാസി കാത്തു സൂക്ഷിക്കേണ്ടത് അവന്റെ ഹിദായത്തിന്റെ വെളിച്ചമാണ്. ആ ഹിദായത്തിന്റെ വെളിച്ചം ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആര് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചാലും 1000 ഫൈസലുമാരുടെ തല ഉയർന്നാലും ഉതിർന്നു വീണാലും അടിസ്ഥാനപരമായി നമ്മൾ ആലോചിക്കണം, ഒരു മനുഷ്യൻ അള്ളാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതാർക്കും തടസ്സപ്പെടുത്താൻ സാധിക്കില്ല. എന്നാൽ 1000 വേദികളിൽ വന്നുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും പ്രസംഗിക്കാനും ഒരാൾ തയ്യാറാകുന്നു, പ്രവാചകന്റെ മഹത്വം പ്രസംഗിക്കാൻ തയ്യാറാകുന്നു. പക്ഷേ ഇസ്ലാമിനെ കുറിച്ച് എല്ലാ രീതിയിലും പഠിക്കും, മനസ്സിലാക്കിയും പ്രസംഗിക്കും. ഒരുപക്ഷെ ഒരു മുസ്ലിം മതപണ്ഡിതൻ ഇസ്ലാമിനെ കുറിച്ച് പ്രസംഗിക്കുന്നതിനേക്കാൾ ആകർഷകമായി ഇസ്ലാമിനെ കുറിച്ച് അവതരിപ്പിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ധാരാളം അമുസ്ലിം സഹോദരന്മാരുണ്ട്. പക്ഷേ അവർക്ക് ഇസ്ലാമിനെ അറിയാം, അവർക്ക് അള്ളാഹുവിനെ അറിയാം, അവർക്ക് പ്രവാചകനെ അറിയാം. ആ അള്ളാഹുവിനെയും പ്രവാചകനെയും പ്രഭാഷണ വൈഭവത്തിലൂടെ, രചനാ വൈഭവത്തിലൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും സാധിക്കും. പക്ഷേ ഹിദായത്തിന്റെ വെളിച്ചം അവർക്ക് കിട്ടിയില്ല. കാരണം എന്താണ്? അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. അവരെ ഇസ്ലാമിനെ കുറിച്ച് പ്രസംഗിപ്പിക്കാൻ വേണ്ടി നിയോഗിച്ചു, ഇസ്ലാമിനെ കുറിച്ച് എഴുതാൻ അവർക്ക് അവസരമുണ്ടായി. പക്ഷേ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കാൻ അവർക്ക് അള്ളാഹു തീരുമാനിച്ചിട്ടില്ല. ഹിദായത്താണ് പ്രാധാന്യം. ആ ഹിദായത്തിനെ നിലനിർത്താനും അതിനെ സൂക്ഷിക്കാനും അതിനെ നിരന്തരമായി ആ സമ്പൂർണതയോടുകൂടി എന്റെ കൽബിൽ ഞാൻ നിലനിർത്തുന്നു എന്ന് ബോധ്യമുള്ള രീതിയിലേക്ക് ഒരു വിശ്വാസിക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി അതിനാവശ്യമായ തർബിയത്തിന്റെ കീഴിലായി ആ തർബിയത്തിലൂടെ ജീവിക്കാൻ ആവശ്യമായ അവസരം ഉണ്ടാവണം. ആ അവസരം എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, തഖ്വയോടുകൂടി ജീവിക്കുന്ന ഈ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി ജീവിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാവണം. ഇന്നത്തെ വർത്തമാന കേരളത്തിൽ മലയാളി സമൂഹത്തിനിടയിൽ ആ ദൗത്യം വളരെ ഭംഗിയായും സത്യസന്ധമായും സൂക്ഷ്മതയോടുകൂടിയും ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മുതൽ ഇന്ന് മഹാനായ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഈ ദീർഘമായ പരമ്പരയുടെ ചരിത്രത്തുടനീളം ആ സൂക്ഷ്മതയുടെയും തഖ്വയുടെയും ധാരാളം ചിഹ്നങ്ങളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആ നേതൃത്വത്തിന് കീഴിൽ മുസ്ലിം സമുദായത്തിന്റെ ആത്മീയമായ പുരോഗതിക്ക് വേണ്ടി, ഭൗതികമായ പുരോഗതിക്ക് വേണ്ടി, വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് വേണ്ടി, സാമൂഹ്യമായ മാറ്റത്തിന് വേണ്ടി എല്ലാം
അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ മാർഗരേഖയായി അതിന്റെ സംഘടിത രൂപമായി ഇന്ന് നമ്മുടെ മുമ്പിൽ സമസ്ത കേരള ജംഇയ്യത്ത് മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവോടുകൂടി അവരുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. പുതിയ തലമുറക്കിടയിൽ, ചെറുപ്പക്കാർക്കിടയിൽ, കുട്ടികൾക്കിടയിൽ ആ ബോധം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അടിസ്ഥാനപരമായി SKSF-ന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. SKSF-ന്റെ വിദ്യാഭ്യാസ പ്രവർത്തനമാണെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനമാണെങ്കിലും ദഅവാ പ്രവർത്തനമാണെങ്കിലും അതിന്റെ ഏത് മേഖലയിലുള്ള പ്രവർത്തനമാണെങ്കിലും അടിസ്ഥാനപരമായി ഈ നേതൃത്വത്തിന്റെ തർബിയത്തിൽ ജീവിക്കാൻ നമ്മുടെ ചെറുപ്പക്കാർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് SKSF-ന്റെ പ്രവർത്തനങ്ങളെ കഴിഞ്ഞ 25 വർഷക്കാലം ഇന്ത്യനൂരിലെ ഇവിടുത്തെ സഹോദരന്മാരും സഹോദരിമാരും, ഇവിടുത്തെ മഹല്ല് ഭാരവാഹികൾ, മദ്രസ ഭാരവാഹികൾ, രക്ഷിതാക്കൾ, കാരണവന്മാർ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചതുപോലെ തുടർന്നും ഇതിനേക്കാൾ കൂടുതൽ ഭംഗിയായി ഇവർക്ക് നിർവഹിക്കാൻ ആവശ്യമായ പ്രോത്സാഹനം ഉണ്ടാവണം, നിങ്ങളെ സഹായം ഉണ്ടാവണം, നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നാളത്തെ തലമുറയെ ഇസ്ലാമികമായ ബോധത്തോടുകൂടി അവർക്ക് ജീവിക്കാനും അടുത്ത തലമുറക്ക് ഈ വെളിച്ചം അതിന്റെ സമ്പൂർണ്ണതയോടുകൂടി കൈമാറാൻ അവർക്ക് അവസരം ഉണ്ടാവുകയുള്ളൂ എന്ന തിരിച്ചറിവോടുകൂടി ഇന്നത്തെ തലമുറയുടെ ദൗത്യം നിർവഹിക്കാൻ ആവശ്യമായ സർവ്വവിധ പിന്തുണയും പ്രോത്സാഹനവും നമ്മുടെ ഭാഗത്തുണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കഴിഞ്ഞ 25 വർഷക്കാലം ഇവിടെ ഇവർ നടത്തിയിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങൾ, അതിനെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ടാവാം. അവരെല്ലാം ഇന്ന് ഒരുപക്ഷെ ഖബറിലായിരിക്കാം. അവരെല്ലാം സഹായിച്ചതിന്റെ തെളിച്ചവും വെളിച്ചവുമാണ് 25 വർഷം പൂർത്തീകരിക്കപ്പെടുമ്പോഴും ആ ചെറുപ്പക്കാരുടെ പിന്മുറക്കാർക്ക് ഇവിടെ ഈ പതാക ഏന്തിക്കൊണ്ട് ഇവിടെ മതപ്രഭാഷണം സംഘടിപ്പിക്കാനും ഇവിടെ ദീനീ പ്രവർത്തനങ്ങൾ നടത്താനും ഒക്കെയുള്ള ആവേശവും പ്രോത്സാഹനവും ലഭ്യമായത് ആ പാരമ്പര്യത്തിന്റെ കണ്ണുകളിലൂടെ അവർക്ക് ലഭ്യമായ പ്രോത്സാഹനവും പിന്തുണയുമാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നും അത് നിലനിൽക്കണം, തുടർന്നും അതിന്റെ പിന്തുണയുണ്ടാവണം, പ്രോത്സാഹനം ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുഹൃതമായി അതിനെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിറ്റ് SKSF-ന്റെ സിൽവർ ജൂബിലി ആഘോഷ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഈ വിനീതനെ ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് ചെയ്യുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.